ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം ഇച്ചിരി ഗാംഭീര്യം. അത് കൊളായി, അങ്ങനെയല്ല ഗൈസ്, വളരെ സീരിയസ് ആയിട്ടുള്ള, മലയാളം പറഞ്ഞാൽ അത്ര ശരിയാവത്തില്ല. സോ വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച്, ഗൗരവം, ഇപ്പോഴാണ് വേർഡ് കിട്ടിയത്, ഗൗരവമുള്ള ഒരു ടോപ്പിക്കിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയാണ്. ഡാൻസിനെ കുറിച്ച് തന്നെയാണ് ആ ടോപ്പിക്ക്. പലവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, ഇനി എന്നെ കൊണ്ട് ഡാൻസ് ചെയ്യാൻ പറ്റുമോ, ഇതെല്ലാം ലൈക്ക് ഞാൻ നേരത്തെ കളിച്ചിരുന്നത് പോലെ എനിക്ക് റിക്കവറായിട്ട് ചെയ്യാൻ പറ്റുമോ. സോ എൻ്റെ ഒരു ജേർണി വെച്ചിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസും പ്ലസ് എനിക്കറിയാവുന്ന നോളജ് വെച്ച് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. ഞാനിപ്പം എൻ്റെ യൂട്യൂബ് ചാനലാണെങ്കിൽ തുടങ്ങിയിട്ടൊരു 3 വർഷമായിട്ടുണ്ട്. 3 വർഷത്തിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു ഓൾഡ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം, ലൈക്ക് അത് ചിലയിടത്തൊന്നും അത്രയും പെർഫെക്റ്റ് അല്ല. നമ്മൾ പഠിച്ചു വരുംതോറും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുമ്പോഴേ നമുക്കതിനെക്കുറിച്ചൊരു ക്ലിയർ വിഷൻ കിട്ടത്തുള്ളൂ. സോ എൻ്റെ ഒരു ലൈഫ് ജേർണി വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ എത്ര നല്ല ഡാൻസർ ആണെങ്കിലും ഒരു പീരീഡ്, അതായത് നമ്മുടെ ഡെലിവറിക്കൊക്കെ ശേഷമുള്ള ഒരു പീരീഡാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഡെലിവറി കഴിയുമ്പോൾ ഉള്ള ഒരു ബോഡി ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് നമുക്കെല്ലാവർക്കും അറിയാം, ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. നമ്മൾ ഒരു മാരേജിന് മുമ്പുള്ള നമ്മുടെ ഒരു ബോഡിയുടെ സ്ട്രക്ചർ ആൻഡ് ഹോർമോൺ ചേഞ്ച് ഒബ്വിയസ്ലി ആഫ്റ്റർ ഡെലിവറി ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. സോ ലൈക്ക് ഞാനൊരു ഡാൻസറാണ്, ഡെലിവറിക്ക് ശേഷം എനിക്ക് ഡാൻസ് ചെയ്യണം, പക്ഷേ എനിക്കതിന് പറ്റുന്നില്ല എന്നോർത്ത് നിങ്ങൾ ആ ഒരു കാര്യത്തെ ഓർത്തോർത്ത് ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. എനിക്കും ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഈ ഒരു ജേർണി റിക്കവർ ചെയ്തെടുക്കാം. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സെൻറ്റൻസാണ്, എന്താണ്, ഡാൻസിന് ഏജ് ഇല്ല, ഡാൻസ് ഡസൻറ്റ് റിക്വയർസ് എനി ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. അത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് ട്രൂ, ബട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഹാസ് പെർ മൈ പെർസ്പെക്റ്റീവ് എനിക്ക് തോന്നുന്ന ഡെഡിക്കേഷൻ. ഡാൻസിന് നമ്പർ ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് ആ കാര്യത്തിനോടുള്ള ഒരു ഡെഡിക്കേഷൻ. ഒരിക്കലും ഡെഡിക്കേഷൻ ഇല്ലാണ്ട് ആ ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. ഡെലിവറിക്ക് ശേഷം ഉള്ള ഒരു സ്റ്റാർട്ടിങ് പ്രോസസ്സ് എന്ന് പറയുന്ന ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ ചിലപ്പം ഫുൾ വർണ്ണം കീർത്തനം എല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണേ പോലും ഡെലിവറിക്ക് ശേഷം യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രോം ദ വെരി ബേസിക്. അതായത് നമ്മൾ പഴയതുപോലെ തന്നെ നമ്മുടെ ബേബീസിൻ്റെ ഒപ്പം നമ്മൾ കമന്ന് വീഴണം, മുട്ടേ നീന്തണം, ആ ഒരു പ്രായം പോലെ പിച്ച വെക്കണം നമ്മൾ അടവുകൾ. ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റാർട്ടിങ് ജേർണി എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. ഒരിക്കലും ഡാൻസ് എന്ന ഫീൽഡിലേക്ക് തിരിച്ചു വരും എന്ന് എനിക്കുള്ള ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. ബിക്കോസ് ഞാൻ എൻ്റെ ടീച്ചിങ് പ്രൊഫഷനുമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ എല്ലാവരും പറഞ്ഞ പോലെ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അങ്ങനെ ഒരു ഫീൽഡ് വന്നപ്പോൾ ഞാൻ ഓർത്തു, വൈ വേസ്റ്റ് ടൈം, എനിക്ക് ഡാൻസ് അറിയാവുന്നതല്ല, സോ യെസ് ഐ ക്യാൻ ഡൂ ഇറ്റ് എന്ന് ഞാൻ ഭയങ്കര ഇങ്ങനെ അഹങ്കാരത്തോടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആ ഒരു ബേസിക് അടവ് പോലും നമുക്കൊരു നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ കാണുന്ന എത്ര പ്രായമേറിയ അമ്മമാരാണ് പാട്ട് കേട്ട് ഡാൻസ് കളിക്കുന്ന, ഒരുപക്ഷെ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു നൃത്തമാണ് അവർ ഈ വേദികളിൽ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ നമ്മളൊരു ഡാൻസർ എന്ന നിലയിൽ നമ്മൾ റിട്ടേൺ വരുമ്പോൾ ഒരിക്കലും നമ്മളൊരു ഹൈ ജമ്പ് കൊടുക്കില്ല. സ്റ്റാർട്ട് സ്ലോലി, ലൈക്ക് നിങ്ങളുടെ ടൈമുകൾ, നിങ്ങളുടെ ബോഡിയുടെ കാര്യം നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് ടൈം സ്ലോലി ഇൻക്രീസ് ചെയ്താൽ മതി. അടവുകൾ ശരിയാവില്ല, നല്ല പെയിൻ വരും ബോഡിക്ക്. ഇതൊക്കെ കുറേ കാര്യങ്ങൾ ചിലപ്പം നമ്മുടെ അടുത്ത് പറയത്തില്ല. ബോഡിക്ക് പെയിൻ വരും. നമ്മളിപ്പോൾ ഒരു ന്യൂ സ്റ്റുഡൻറ്റിനെ എടുക്കുകയാണെങ്കിൽ പോലും അവരൊരു ആദ്യത്തെ ക്ലാസ്സിൽ വന്നിട്ട് പറയും, നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താ വരാത്തതെന്ന് നമ്മൾ ചോദിക്കുമ്പം അവർ പറയും, ടീച്ചറെ ഭയങ്കര ദേഹം വേദനയാണ്, ഞാൻ ക്ലാസ്സിൽ വരുന്നില്ല. ദേഹം വേദന ഞങ്ങളും അനുഭവിക്കുന്നുണ്ട്. അത്
നമ്മുടെ മസിൽസിൻ്റെയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് അത്രയും വർക്കൗട്ട് ചെയ്യുമ്പോൾ യൂഷ്വലി വി വിൽ ഹാവ് എ പെയിൻ. ബട്ട് അതൊരു റിപ്പീറ്റഡ് പ്രോസസ്സ് ആയി കഴിയുമ്പം ഈ പെയിൻ ഗ്രാജ്വലി നമ്മുടെ അടുത്തുനിന്ന് പോകും. സോ പയ്യെ തുടങ്ങി ഫൈനലി നിങ്ങൾ എങ്ങനെ ഒരു ഡാൻസർ ആയിരുന്നു, നിങ്ങളുടെ ആ ഫസ്റ്റ് പഴയ കാലഘട്ടത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്, ആ ഒരു പ്രോസസ്സിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചു വരാം. ഇന്ന് ഞാനൊരു ഡാൻസ് ടീച്ചർ, ഒപ്പോൾ ഞാൻ ഡാൻസ് പഠിക്കുന്നതും കൂടിയുണ്ട്. പഠിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ നോളജ് ലിമിറ്റഡ് ആക്കില്ല. നോളജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അൺലിമിറ്റഡ്. നമുക്ക് എന്തോരം പഠിക്കും തോറും നമുക്ക് നോളജ് കൂടത്തേ ഉള്ളൂ. നമുക്കത് കുട്ടികളിൽ പറഞ്ഞു കൊടുക്കാനാണേലും ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ. സോ ഇപ്പോൾ ഈ സൈഡിൽ കാണുന്ന ക്ലിപ്പിംഗ് പോലെ അല്ലായിരുന്നു എൻ്റെ സ്റ്റാർട്ട് ജേർണി. സോ ഈ ഒരു ക്ലിപ്പിംഗ് കണ്ടിട്ട് നിങ്ങൾ ആരും പറയല് ചേച്ചിക്ക് നല്ല മേൽവഴക്കുണ്ടല്ലോ, ചേച്ചി കുട്ടിയുടെ അമ്മയാണെന്ന് പറയില്ല എന്ന് പറയല്. ബിക്കോസ് ദ സ്റ്റാർട്ട് ജേർണി വാസ് വെരി ഡിഫിക്കൾട്ട്. ഭയങ്കര കഷ്ടപ്പെട്ട് മുട്ട നീന്തി എഴഞ്ഞ് വലിഞ്ഞ് വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. മുട്ട നീന്തി എഴഞ്ഞ് വലിഞ്ഞ് അവശരിയായി. കാരണം ഞാൻ ഒത്തിരി വീണിട്ടും ഞാൻ ഗിവ് അപ്പ് ചെയ്യാണ്ട് എൻ്റെ പാഷനിലോട് നിന്നതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ ഒരു കാര്യം അത്ര വലിയ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എന്നെ പോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. അതുപോലെ വീട്ടിലെ പ്രഷർ, അത് നിങ്ങൾ തന്നെ ഒന്ന് ചാർട്ട് ചെയ്യണം. നിങ്ങളുടെ ലൈഫാണ്, നിങ്ങൾ തന്നെ നിങ്ങളുടെ ടൈം ടേബിൾ ഒന്ന് ചാർട്ട് ചെയ്യാം. വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളെ പേരൻസായിട്ട് അവരുടെ ആ ഒരു സ്വപ്നം കളയരുത്. ഒത്തിരി പേര് എന്നെ പറയാറുണ്ട്, ഡാൻസ് പഠിച്ചിട്ട് നീ എന്ത് നേടാനാ, വല്ലതും IPS ഓഫീസറുടെ എൻട്രൻസ് ഒക്കെ പഠിച്ചാൽ മതി. തീർച്ചയായിട്ടും പഠനം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എൻ്റെ സ്വന്തം മോളോടാണേലും അത് തന്നെയാണ് പറയണേ. സ്റ്റഡി എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ സൈഡിൽ നമുക്ക് കലാപരമായിട്ട് എന്തെങ്കിലും പഠിച്ചെന്നോർത്ത് നമുക്ക് ഒരു നഷ്ടവും വന്നില്ല. പഠനം, ഞാൻ നേരത്തെയും പറഞ്ഞതുപോലെ, പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നോളജ് ഓൾവേസ് വിൽ ഇൻക്രീസ്. അതൊരിക്കലും മോശമാവത്തില്ല. അപ്പോൾ ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളെ അവരുടെ പേരൻസ് അത് പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യണം. അവർ വരട്ടെ. കാരണം എൻ്റെ കൺമുന്നിലുള്ള എത്രയോ കുട്ടികൾ, മിടുക്കരായിട്ടുള്ള കുട്ടികൾ, അവർക്ക് പഠിക്കണമെന്നുണ്ട്. പക്ഷേ ഈ പറയണ പോലെ പേരൻസ് സമ്മതിക്കുകയില്ല. Society should change first so that we have a better future. So, വേറൊരു അപ്ലോഡായിട്ട് വരുന്നവരെ stay tuned. Bye bye.